ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൂട്ടിക്കിടക്കുന്ന റെസ്റ്റോറൻറ്റുകൾ തുറക്കുന്ന ഒരുപാട് പ്രവണത നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില ആളുകളുടെ കഷ്ടപ്പാടുകൾ നേരിട്ട് കാണുകയും അവർ കുടുങ്ങിയ അവസ്ഥ കണ്ടിട്ടും ആണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ തന്നെ ചില സുഹൃത്തുക്കളുടെ അനുഭവങ്ങളും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്നെനിക്ക് തോന്നി. കാരണം ഇവരൊരു മറ്റുള്ള IT അതുപോലെയുള്ള നല്ല മേഖലയിൽ നിന്നാണ് ഈ ഹോട്ടൽ നടത്തുന്നതിന്റെ ലാഭം കണ്ടിട്ടും അതിലുള്ള ഫ്രീഡം ഭയങ്കരമാണെന്നുള്ള ഉദ്ദേശത്തിലും ഈ ഫീൽഡിലേക്ക്, ഇത് കടന്നു വരേണ്ട ഫീൽഡ് തന്നെയാണ്, പക്ഷെ അവരൊരു IT പ്രൊഫഷനാണ്. അവർക്ക് ഈ ഫീൽഡുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷോപ്പ് എടുക്കുന്നു, കിട്ടാവുന്ന ലോൺ വാങ്ങി എല്ലാ മെഷീനറികളും സെറ്റ് ചെയ്യുന്നു, കട പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ ഒന്ന് ഇന്ത്യയിൽ ചെയ്യും, അല്ലെങ്കിൽ അതിനെ കുറിച്ച് വലിയ അവയർനെസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഏതോ ഒരു ആളെ പോയി കണ്ട് അയാൾ ഒരു ഡിസൈൻ ചെയ്യുന്നു, ആ ബോർഡ് അങ്ങനെ തന്നെ അടിക്കുന്നു, കൊടുന്നു വയ്ക്കുന്നു, കട അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. നടത്തി വരുമ്പോൾ പ്രതീക്ഷിച്ച ബിസിനസ് ഉണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മിനിമം ഡെയിലി എക്സ്പെൻസ് ആണ് ശമ്പളം, വാടക, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അതുപോലെ സ്റ്റാഫിന് അക്കോമഡേഷൻ ഹൗസ്, അത് ഇദ്ദേഹം ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. അപ്പൊ അദ്ദേഹം നല്ലൊരു ലേബർ ആവാനാണ് വീണ്ടും അദ്ദേഹം ബിസിനസ് അല്ല ചെയ്യുന്നത്. അയാൾ ഒരു നല്ല ലേബർ ആവാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്താൻ പോകുന്നത്. അപ്പൊ ഇതിലുള്ള പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലേബറായിട്ട് ഇദ്ദേഹം വീണ്ടും ജോലി സ്റ്റാർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഹോട്ടൽ സംരംഭം നടത്തുമ്പോൾ പർച്ചേസ്, പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കവാറും ഡെയിലി തന്നെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സ്. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ പെട്ടെന്ന് പച്ചക്കറി ചൂട് കാരണം കേടുവരും. എങ്കിലും നല്ല എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 1-2 ദിവസം നമുക്ക് വെക്കാൻ പറ്റും. ഈ പർച്ചേസിങ് രാവിലെ ഒരു 5-6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതെന്ന് വെച്ചാൽ ഓണർ എന്ന് പറയുന്ന വ്യക്തി 5-6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ അവിടെ ആവശ്യമുള്ള എത്തിച്ചു. ഇനി അവന്റെ കുക്ക് അത്ര ശരിയല്ലെങ്കിൽ വീണ്ടും തലവേദന ആയിരിക്കും, വീണ്ടും പോകേണ്ടി വരും. പലചരക്ക് ഷോർട്ടേജ്, മിനിമം സ്റ്റോർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അയാള് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ആ ഹോട്ടൽ തുടങ്ങുന്നതോടുകൂടി അയാളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് സംഭവിക്കുന്നത്. യാഥാർത്ഥ്യത്തില് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന്, പക്ഷെ വിജയം കിടക്കുന്നത് ഒരുപാട് ദൂരെ. ഇനി ഇതെല്ലാം ശരിയാക്കി വരുമ്പോഴുണ്ടാവും അടുത്തടുത്ത ഓരോ സെക്ഷനുകൾ ഫില്ലാക്കാൻ, സർവീസ് കൊടുക്കണം, ആളുകൾ കസ്റ്റമർ വന്നിരുന്നാല്. അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിൽ പ്രത്യേകിച്ച് പല റെസ്റ്റോറന്റുകളും സെൽഫ് സർവീസ് ആക്കി കഴിഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർവീസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ 3, 4, 5, 6 പേരുടെ ആവശ്യമാണ്. എക്സ്ട്രാ നമുക്ക് അതിന് പണമൊന്നും കിട്ടില്ല. നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ്. മറ്റുള്ളവർ കൊടുക്കുന്ന ആ വിലക്ക് ഇത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതില്ലെങ്കിൽ വീണ്ടും കസ്റ്റമർ ചിന്തിക്കും, ഇതേ ഫുഡ് തന്നെ അപ്പുറത്തും കിട്ടും. അപ്പോൾ സർവീസ് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറെ ലാഭങ്ങളുണ്ട്. എങ്കിലും ഒരു ഹയർ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സർവീസ് ഉണ്ട്, അതിന്റെ ചില ഗുണങ്ങളും ബില്ലിങ്ങും ചെയ്യാം. പക്ഷെ ചില റഷ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ എന്റെ അനുഭവത്തിൽ ഇങ്ങനെയുള്ള സർവീസൊക്കെ എടുത്തു കളഞ്ഞ് സെൽഫ് സർവീസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സർവീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഭക്ഷണം, നല്ല ഒരു സ്റ്റാർട്ടപ്പ് മുതൽ ഒരു മറ്റേ ഇപ്പോ ചൈനീസ് ഇതിലൊക്കെ മറ്റേ ഇത് പറയുമല്ലോ, നമ്മളെ സൂപ്പ് മുതൽ അങ്ങോട്ട് പിടിച്ചാൽ സ്റ്റാർട്ടേഴ്സ്, അങ്ങനെ 1 by 1 അങ്ങനെയാണ് മെയിൻ ഫുഡിലേക്ക്, മെയിൻ കോഴ്സിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബില്ലിങ്ങിലും അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. എങ്കിൽ പോലും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ സാധാരണ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് ഒരു മീഡിയം ലെവലില്, തട്ടുകട എന്നല്ല, മീഡിയം ലെവലിലുള്ള ഹോട്ടലുകൾ തുടങ്ങുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റോർ റൂം ഉണ്ടായിരിക്കില്ല, വെജിറ്റബിൾ കീപ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായിരിക്കില്ല, അത് എങ്ങനെ എടുത്ത് എങ്ങനെ ഇതാക്കണം, നമ്മളെ മെനുവിനനുസരിച്ചുള്ള പർച്ചേസിങ് ആയിരിക്കണം. ഇതൊന്നും പഠിക്കാതെയാണ് മിക്കവാറും ആളുകൾ ഹോട്ടലിലേക്ക് എടുത്ത് ചാടുന്നത്, ഇതിലെന്തോ കിട്ടാനുണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതൊക്കെ റെഡിയാക്കി അയാള് പറ്റാവുന്ന രീതിയിൽ കടം വാങ്ങിച്ചോ ഒക്കെ കൊടുത്ത് നോക്കി വരുമ്പോഴായിരിക്കും ഫുഡ് കംപ്ലൈന്റ്. നോക്കി കഴിഞ്ഞാൽ 10 ഐറ്റം ഉണ്ടാക്കി 1
ഇന്നും ആയി വയ്ക്കാൻ പറ്റും, നാളെ വേറൊരു ഐറ്റം ആയി വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം എന്നും ടേസ്റ്റും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. സ്റ്റേബിളും നല്ലൊരു അടിപൊളി കുക്കായിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. അദ്ദേഹം ഓക്കെ 500 രൂപ 600 700 രൂപയ്ക്ക് ഡെയിലി ഓക്കെ ഇവൻ കുക്ക്. അപ്പൊ കുക്കിൽ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഒരു മീൽസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതൊരു കുക്കാണ് ചെയ്യുക. പിന്നെ ചൈനീസ് ഫുഡ് അത് വേറെ കുക്ക്, തന്തൂരിട്ട് അത് വേറെ കുക്ക്, പൊറോട്ട ദോശ അത് വേറെ കുക്ക്. ഇങ്ങനെ കുക്കുകൾ മാറിക്കൊണ്ടേയിരിക്കും. മീൻസ് ആളുകൾ കുടിക്കും. അപ്പൊ ഇതിനൊക്കെ അതിന്റെ വോളിയം ബിസിനസ് ഉണ്ടായാലും തീർച്ചയായിട്ടും ഈ നടത്തുന്ന ഉടമസ്ഥൻ തകർന്ന് തരിപ്പണായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ പറയുന്നതിന് മുന്നേ നിങ്ങളൊരു ട്രെയിനിങ് എടുക്കുക, അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്. എങ്ങനെ, എന്ത്, ഏത്, എങ്ങനെ, എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെയാണ് അതിന്റെ പാർട്ടുകൾ, ഫുഡുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എത്ര ഫുഡ് വേണം. ചിലവരുടെ ലിസ്റ്റൊക്കെ ഒരു 250 ഐറ്റം ഉണ്ടായിരിക്കും, പക്ഷെ ഒന്നിനും ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പെട്ടെന്ന് കസ്റ്റമർ തിരിച്ചറിയും എല്ലാം ഒരു മാതിരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉടനെ കസ്റ്റമർ അവിടെ നിന്ന് മൂവ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു മാസത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പോലും ഹോട്ടൽ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഈസ് എ ടെസ്റ്റ് ഡോസ് ആണ്. എല്ലാവരും വന്നിട്ട് ടെസ്റ്റ് നോക്കുകയാണ്, അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്, അവിടുത്തെ ഇത് എങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാ റേഞ്ചിലുള്ള ആളുകളെയും, മീൻസ് ഒരു മീഡിയം ഹോട്ടലുകളാണ് ഇന്ന് ഒരുപാട് കൂടുതൽ. എല്ലാ ആളുകളെയും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ, അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ട്രീറ്റിംഗ് വരി വെല്ലാണോ, ഫുഡ് എങ്ങനെ ക്വാളിറ്റി ഉണ്ടോ. ഫുഡിന്റെ ക്വാളിറ്റിനെ കുറിച്ച് എന്റെ മറ്റു വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ട്. എത്രത്തോളം ക്വാളിറ്റി ഫുഡിൽ നമ്മൾ മീൻസ് കീപ്പ് ചെയ്യണം. അത് മീൻസ് ഒരു ഹോട്ടൽ വിജയിക്കണമെങ്കിൽ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, നീറ്റ്നെസ്, പ്രൈസ്. അതിൽ ക്വാളിറ്റിനെ കുറിച്ചിട്ട് തന്നെ ഒരു സബ്ജക്ട് ഞാൻ എന്റെ മറ്റൊരു വീഡിയോയിൽ പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഏകദേശം മനസ്സിലാവേണ്ടതാണ്. ഈ ക്വാളിറ്റി കൂടി ഇല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം ഒരു മാസം പുതിയ കുക്കിനെ അന്വേഷിക്കല്, ഇദ്ദേഹത്തെ പറഞ്ഞു വിടാനും പെട്ടെന്ന് കഴിയില്ല. എന്താ ഇത് ഫുഡ് ഇങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. ചിലപ്പോൾ പിറ്റേന്ന് തന്നെ ഇറങ്ങിപ്പോകും, പിറ്റേന്ന് തന്നെ കട പൂട്ടേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഓണർ തന്നെ എല്ലാ ഫുഡും വെക്കണം എന്നല്ല. അത്യാവശ്യം മെയിൻ, ഇപ്പോ ഊണാണെങ്കിൽ ഊണ്, കറികളാണ് അവിടുത്തെ സ്പെഷ്യൽ, മട്ടൻ, ചിക്കൻ, അങ്ങനെ എന്താണോ അത്, അല്ലെങ്കിൽ ബിരിയാണി. ഇത് വി ഷുഡ് ലേൺ, അതർവൈസ് യു കാൺ സക്സസ്. അത് ഗ്യാരണ്ടിയാണ്. നിങ്ങളത് പഠിച്ചാൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും. ഒരു കുക്ക് വന്നിട്ട് അയാൾ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിന് എത്ര സമയം വേണ്ടോ, ഇതിങ്ങനെ ചെയ്യാം, ഇതാണ് ഇതിന്റെ ഒരു പുതിയ മെത്തേഡ്, ഇതിങ്ങനെ ചെയ്തുകൂടെ ചോദിച്ചാൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ ഫുഡുകളിൽ നിന്നും സാമ്പിള് നിങ്ങളും നിങ്ങളുടെ ഫാമിലി തുടങ്ങുന്നതിന് ഒരാഴ്ച മുൻപെങ്കിലും ഇതെല്ലാം സെറ്റ് ചെയ്യണം. എല്ലാം കഴിച്ച് അതിലെ അഭിപ്രായങ്ങൾ, അപ്ഗ്രേഡേഷൻ വേണ്ടത് അപ്ഗ്രേഡ് ചെയ്ത് അതിലും അപ്രൂവൽ ആയതിനു ശേഷമേ നിങ്ങൾ ഹോട്ടൽ തുറക്കാൻ പാടുള്ളൂ. പിന്നെ പൂട്ടിക്കെടുക്കുന്ന റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുമ്പോൾ, ഒരിക്കൽ പേര് പോയാൽ പിന്നെ പേര് തിരിച്ചു കിട്ടൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ആ ഭാഗത്തുള്ള ആളുകൾ, ഹൈവേ ബിസിനസ് ആണെങ്കിൽ പോലും എഫക്ട് ചെയ്യും. ആ ഭാഗത്തുള്ള ആളുകൾ പിന്നീട് അങ്ങോട്ട് തിരിച്ച് മീൻസ് സ്വന്തം പണം കൊടുത്ത് വയറെന്തിന് നാശാക്കണമെന്ന് ആരും ചിന്തിക്കില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോ ഒരു ബാനറിൽ അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങുന്ന ആള് ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ ആ ഫേസ് അങ്ങനെ തന്നെ മാറ്റിമറിക്കണം. മെയിൻ ഫ്രണ്ട് ഓഫീസിൽ ആ പഴയ സ്റ്റാഫ് ഉണ്ടാവും ചെയ്യരുത്. എങ്കിലേ രണ്ടാമതും ഒരു ക്ലയന്റ്, ഇപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, നിങ്ങൾ ഒരിക്കൽ കഴിച്ചു അടിപറ്റിയ ഹോട്ടലാണെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോവോ? പിന്നെ പോവില്ല. അപ്പൊ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടെങ്കിലോ അയാളെ ഇനി ഒരു വർഷം കഴിഞ്ഞ് വന്നാലും, എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാൻ 3-4 കൊല്ലം കഴിഞ്ഞിട്ട് ചില ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഞാൻ പോയ അനുഭവങ്ങളുണ്ട്. 6-8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയ അനുഭവങ്ങൾ വരെ ഉണ്ട്. അപ്പോ ഒരിക്കൽ പൂട്ടിയ റെസ്റ്റോറന്റ് എന്തുകൊണ്ട് പൂട്ടി എന്നുള്ളത് നമ്മൾ പഠിക്കണം. പിന്നെ ഒരു പരിധി വിട്ട വാടകയായിരിക്കും ഒരു പക്ഷേ, അങ്ങനെയുള്ള, പിന്നെ അതുപോലെ നമ്മളെ കോമ്പറ്റേറ്റർ ആരാണ്, എങ്ങനെയൊക്കെ ഫുഡുകൾ നമ്മൾ കൊടുത്താലാണ് നമുക്ക് മുതലാവുക, എന്ത് ഓഫർ കൊടുത്താലാണ്. എല്ലാവർക്കും ഒരു ഓഫർ വേണം. ഇപ്പൊ ജിയോ കണക്ഷൻ വന്നു, ജിയോ എല്ലാവർക്കും ഓഫർ കൊടുത്തു. 1 മാസം 2 മാസം 3 മാസം 6 മാസം ഓഫർ കൊടുത്തു. ഇന്ന് നമ്പർ 1 കമ്പനിയായി മാറി ജിയോ. മീൻസ് ഇന്റർനെറ്റിൽ ഏറ്റവും വലിയ പ്രൊവൈഡേഴ്സ് അവരാണ്. അപ്പൊ ഇതേപോലെ നമ്മൾ പുതിയ റീ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അത് എന്ത് ഓഫറാണ് കസ്റ്റമർക്ക്, അതെങ്ങനെ നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്കിലൂടെ സ്പ്രെഡ് ചെയ്യും, അതിന് എന്തൊക്കെ സാധ്യതകൾ, അതിന് കുറെ വിദ്യകളുണ്ട്. അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വിത്തിൻ ഡേയ്സ് വെരി ഗുഡ് റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിനൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സുകളുണ്ട്. അത് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിശദമായ
ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ തരും, അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തു തരും. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ റീഓപ്പൺ ചെയ്യുന്ന റെസ്റ്റോറന്റുകൾ വളരെ ശ്രദ്ധിച്ച് ആ നാട്ടിലുള്ള നിത്യഭക്ഷണം എന്താ അതുപോലെ തന്നെ ആ നാട്ടുകാർ അവിടുന്ന് ഒരു ടെസ്റ്റ് ഡോസ്, നമ്മൾ ഒന്നെങ്കിൽ അഡ്വർടൈസ്മെന്റ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്താലോ. അതിനൊരു ഉദാഹരണമാണ് ബാംഗ്ലൂരിൽ അമിതി രുചി എന്ന് പറഞ്ഞിട്ട് കെങ്കേരിയിൽ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തു. അവിടെ ഈ അടികമ്പനെ ദൊണ്ണ ബിരിയാണി എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളറിലുള്ള, കളറല്ല അത്, അതിന്റെ ഒരു ഒതന്റിക് അങ്ങനെയാണ്. ആ ബിരിയാണി അവര് ഉദ്ഘാടന ദിവസം സകലവർക്കും ഒരു ചെറിയ പോർഷൻ ഫ്രീ കൊടുത്തു. നെക്സ്റ്റ് ഡേ മുതൽ അദ്ദേഹം 12 മണിക്ക് കട തുറക്കുള്ളൂ, 4 മണിക്ക് ക്ലോസ്. 4 അവർ ബിസിനസ് മതി. ഒരു സാധാരണ ഒരു 10-30 സീറ്റുള്ള ഒരു കട, പക്ഷെ 50-60 1 lakh ബിസിനസ് നടത്തിയിരുന്നു. 4 സ്റ്റാഫും വെച്ച് ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കുക ചെയ്തു. അങ്ങനെ ഒരുപാട് ചെറിയ കുറച്ച് ഫുഡ് വെച്ച് ഇങ്ങനെ മറ്റുള്ള പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പല ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് പുതുതായിട്ട് വന്നാണ് ഫുൾ റെസ്റ്റോറന്റുകൾ നടുക്കെ. നമ്മൾ ബാംഗ്ലൂർ പോയ മടിവാള പോയി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിറ്റി റോഡിലേക്ക് അല്പം മുന്നോട്ട് പോയ ബ്രിഡ്ജിന് തൊട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് ഒരു മെയിൻ റോഡ് ഇറങ്ങി പോകുന്നുണ്ട്. പേര് ഞാൻ പറഞ്ഞ സ്ഥലത്തിന്റെ അവിടെ അടുത്ത് തന്നെയാണ്. സിറ്റി കിച്ചൺ എന്നാണ് പേര്. അതും തുടങ്ങുമ്പോൾ അവര് ഒരു ഷവർമയ്ക്ക് ഷവർമയ്ക്ക് 70 രൂപയായിരുന്നു. പിന്നെ രണ്ട് ബിരിയാണി എടുത്താൽ ഒരു ബിരിയാണി ഫ്രീ. അങ്ങനെ ഒരു 2-3 ടൈപ്പ് ബിരിയാണി. പിന്നെ ഇതൊന്നും ഓഫറിൽ ഇല്ലാത്ത ഒരു 800 രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഷവായ് ചിക്കൻ നിങ്ങൾക്ക് ഫ്രീ. തീർച്ചയായിട്ടും ഞാൻ അവരെ സ്റ്റാർട്ടപ്പ് മീൻസ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം അത്രയും ലാർജ് ബിസിനസ്, 1 lakh to 75,000 ഫസ്റ്റ് ഡേ ബിസിനസ്. അതേ ഗ്രോത്ത് ബിസിനസ് തന്നെ അവർക്ക് ഒരു 6 മന്തോളം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെക്കേഷൻ വന്നപ്പോഴാണ് കുറച്ച് ബിസിനസ് കുറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത്രയും ഒരുപാട് കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഏരിയയാണ്. എന്നിട്ട് പോലും അതിന്റെ ഇടയിൽ പുതുതായിട്ട് ഒരാൾ വന്ന് വിജയിച്ചു. അപ്പൊ വിജയിക്കുമ്പോൾ നമ്മള് വിജയത്തിന് ജനങ്ങൾക്കും എന്തെങ്കിലും കൊടുക്കണം. അപ്പോഴേ ആളുകളും അത് അട്രാക്ട് ചെയ്ത് വരുള്ളൂ. കൊടുക്കുന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺ ആയിപ്പോവും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ റീഓപ്പൺ ചെയ്യുമ്പോൾ പരമാവധി ഓപ്പൺ ചെയ്യാതിരിക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും പഠിച്ച് ഒരു സെക്കൻഡ് ചാൻസ്, നമുക്കത് ശരിയായില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ശരിയായില്ലെങ്കിൽ അങ്ങനെ ചെയ്തു, ഒരു ചാൻസും നിങ്ങൾ എടുക്കാതെ ഫസ്റ്റ് നിങ്ങൾ ആ റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ വിജയിക്കാവുന്ന രീതിയിലുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ ചെയ്യുക. കൂടാതെ നിങ്ങളെ ഫുഡ് ഒരു 5 ഐറ്റം മതി. ആ 5 ഐറ്റം ഒരു എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റിയിൽ നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു കട തുറന്നാൽ വീണ്ടും പേരെടുക്കാനും വീണ്ടും വിജയിക്കാനൊക്കെ പറ്റും. അതുപോലെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് പോയി കഴിഞ്ഞാൽ രാത്രി 24 മണിക്കൂറുള്ള കടകളുണ്ട്. നൂൽപുട്ടും പിന്നെ അതുപോലെ മട്ടൻ ചാപ്സ് സ്പെഷ്യൽ ഇതൊക്കെയാണ്. തിരുവനന്തപുരത്ത് ബുഹാരി ഹോട്ടലൊക്കെ ഉണ്ട്, അവിടെയും ഇതിന്റെ ഒക്കെ ഒരു സ്പെഷ്യലാണ്. പക്ഷെ ഈ കട ഈ മട്ടന്റെയും ഈ ഇതിന്റെയും പേരിൽ അങ്ങ് പേരെടുത്ത് വലിയൊരു ലെവലിലാണ്. കട മെയിൻ റോഡും അല്ല, ടൗണിൽ തന്നെ ഉള്ളിൽ ആയിട്ടുള്ള ഒരു കടയാണ് അത്. ഒരു ചെറിയൊരു 2 ആൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റില്ല. അത്രയും ചെറിയ വഴിക്ക് കടന്നു പോയിട്ട് വേണം ഈ കടയിൽ എത്താൻ. അപ്പൊ അങ്ങനെ പലർക്കും പല വിജയകഥകളുണ്ട്. എനിക്കറിയുന്ന ചില അറിവുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു. രണ്ടാമത് ഒരിക്കൽ പൂട്ടിക്കിടക്കുന്ന ഹോട്ടല് റീഓപ്പൺ ചെയ്യുമ്പോൾ അതെന്തുകൊണ്ട് ക്ലോസ് ചെയ്തു, എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് ശരിക്ക് ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്. അപ്പൊ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യണം. Thank you for watching my video.